ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്ന പാടെ കാപ്പിയായിട്ട് ഞങ്ങൾ കപ്പത്തോട്ടത്തിൽ ഇറങ്ങിയതാണ് കേട്ടോ. കുറച്ച് നാളായിട്ട് ഇടയ്ക്കിടയ്ക്ക് കപ്പ പറിക്കുന്നുണ്ട് കേട്ടോ. ചിലതൊക്കെ എലി തിന്നിട്ടുണ്ടായിരുന്നു, എന്നാലും ചിലതൊക്കെ നന്നായിട്ട് തന്നെ കിട്ടി. അപ്പോൾ ഇന്ന് 2 ചുവട് കപ്പ പറിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം ചേട്ടയുടെ കൂട്ടുകാരന് കൊടുക്കാനും ഒരെണ്ണം നമ്മുടെ ഹൗസ് ഓണർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലെങ്കിലും ചേട്ടായിക്ക് അറിയാവുന്നതുകൊണ്ട് ചേട്ടാ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേട്ടായും പപ്പ പറഞ്ഞത് വെച്ച് ഒരു ഊഹം വെച്ചൊരെണ്ണം വെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പറിച്ച് നോക്കാം അതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ അതോ എലി ബാക്കിയൊക്കെ തിന്നോ എന്നുള്ളത്. ചേട്ടായി തന്നെ ആ ഒരു കപ്പച്ചോട് പറിക്കാൻ നോക്കിയിട്ട് അത് പോരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ഞാനും കൂടെ കൂടി 2 ആടും കൂടെ വലിച്ച് പറിച്ചു കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ അത് പോന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കപ്പ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ കൂടുതലുണ്ടായിരുന്നു. ഞാനോർത്തൊന്നും കാണത്തില്ലെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഒരെണ്ണത്തെ വാന്തിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല, ഫുൾ എലി തിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അത് ആ ഒരു വേരിയിൽ നിന്ന് പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിലാകപ്പെടെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഒരുപാടൊന്നും ഉണ്ടെന്ന് പറയാനില്ല കേട്ടോ. എന്നാൽ പിന്നെ 2 ചുവടും കൂടെ പറിക്കാമെന്ന് വിചാരിച്ചാണ് മൊത്തം ഞങ്ങൾ 3 എണ്ണം വലിച്ച് പറിച്ച്. രണ്ടാമത്തെ പിന്നെ ചേട്ടായി എങ്ങനെയൊക്കെയോ തന്നെ പൊക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ കൈ പിടിച്ച് കുറച്ച് പട്ടിശമൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ശ്രീക്കുട്ടൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. അവനും ഇങ്ങോട്ട് വരണമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. എന്നിട്ട് ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വന്നു. അതിൻ്റെ വിഷമത്തിലിരിക്കുന്നതാണ്, കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഹായ് പറയാൻ പറഞ്ഞിട്ടൊക്കെ ആകെപ്പാടെ കൊച്ചി വിഷമിച്ചാണ് ഹായ് പറയുന്നത്. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടോ. ഞാൻ എന്നാൽ പിന്നെ ലുട്ടാപ്പിയുടെ കൂടെ പോയിട്ട് കപ്പ പറക്കിക്കോളാൻ പറഞ്ഞു. ചേട്ടാൻ ലുട്ടാപ്പി നാട്ടോ വിളിക്കുന്നത്. അങ്ങനെ അവിടെ പോയി വാക്കത്തിക്കായിട്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആശാൻ്റെ വിഷമമൊക്കെ അങ്ങ് മാറി. ഇവിടെ ഞങ്ങളുണ്ടെങ്കിൽ പിന്നെ ഫുൾ ടൈം ഞങ്ങളുടെ പുറം കിടക്കും കേട്ടോ. അപ്പോൾ അവനോട് കപ്പ വേണമെന്ന് ചോദിച്ചിട്ട് അവനോട് 2 കുഞ്ഞി കപ്പ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ 2 കുഞ്ഞി കപ്പയൊക്കെ ആയിട്ട് പുറകെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ചേട്ടയുടെ പുറകെ നടക്കുന്നുണ്ട് കേട്ടോ. ആകെ ഇച്ചിരി ഉള്ളതുകൊണ്ട് കാണാനും പറ്റുന്നില്ല. അപ്പോൾ അതാ ഞാൻ അങ്ങനെ ഒരു കുഞ്ഞി കപ്പ പൊളിച്ച് കഴിക്കാൻ വേണ്ടി അവനെടുത്തിട്ടുണ്ട്. എന്തെടുത്താലും കഴിച്ചോളൂ കേട്ടോ. അവനെങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കുകയാണ് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന സാധനമൊന്നുമില്ല, എന്ത് സാധനമാണെങ്കിലും കുറച്ചൊക്കെ ട്രൈ ചെയ്ത് കാശാൻ നോക്കും. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യും, ചേട്ടാ ഇവിടെ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയാണ്. അപ്പോൾ ഞാൻ മുറ്റടിക്കാൻ പോകുന്നതാണെങ്കിൽപ്പോഴത്തേനും ചേട്ടാ ഇവനെ ഇവിടെയൊക്കെ തുടച്ചിട്ടോളാന്ന് പറഞ്ഞു. ചെറുതായിട്ട് ഈച്ചയുടെ ശല്യമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മഴ കൂടുമ്പോഴത്തേനും ഈച്ച കൂടാൻ തുടങ്ങും കേട്ടോ. അപ്പോഴത്തേക്കും ആശാൻ അവിടെ ഫുള്ള് തുടയ്ക്കുന്നുണ്ട്. അത്യാവശ്യം തുടച്ച് കഴിയുമ്പോഴത്തേനും ഒന്ന് കുറയും. ഈ ഒരു ലോഷൻ ഇട്ട് തുടയ്ക്കുമ്പോഴത്തേനും കുറയും കേട്ടോ. പിന്നെയും ഭയങ്കര മഴ തുടങ്ങുമ്പോഴത്തേനും ഇവന്മാർ പെട്ടെന്ന് വരും. എന്താണെന്നറിയില്ല, ചില സമയത്ത് ഭയങ്കര ഈച്ച ശല്യം കേട്ടോ. അല്ലാത്തപ്പം പോവുകയും ചെയ്യും. നമ്മൾ എന്ത് ചെയ്താലും ചില സമയത്ത് ഈച്ച വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഈച്ചയുടെ ട്രാപ്പൊക്കെ അടക്കി വെക്കും, എന്നാലും 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും വരും. അപ്പോൾ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും കുഞ്ഞ് പാലൊക്കെ കുടിക്കുമ്പോൾ ചിലപ്പം അതിൻ്റെയൊക്കെ ആവണമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ചെടീനൊക്കെ നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു. നമ്മുടെ 10 മണി പപ്പായ കേട്ടോ ഈ ചട്ടിയിലേക്ക് എടുത്ത് വെച്ചത്. നിലത്ത് നിന്നിട്ട് ഒട്ടും പൂവില്ലായിരുന്നു. എന്നിട്ട് പപ്പ ചട്ടിയിലോട്ട് എടുത്ത് വെച്ചപ്പോൾ പൂവുണ്ടാവുന്നുണ്ട്. എന്നും പൂക്കുന്ന റോസയ്ക്ക് ഇന്ന് എന്ത് പറ്റിയെന്നറിയില്ല, പൂവുണ്ടായില്ല. എന്നും പിന്നെ ആകെപ്പാടെ ചെമ്പരത്തിയും പൂക്കുന്നുണ്ട്. ഈ ഒരു ചെടി ഇപ്പം പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ സീസണാണെന്ന് തോന്നുന്നു. ഇടയ്ക്കതിൽ ഒരു പൂ പോലും ഇല്ലായിരുന്നു. പിന്നെ ഓണം ആവാറായതുകൊണ്ട് ഓണത്തുമ്പികൾ ഇതേ ആകാശത്തോടെ എല്ലാം പറന്ന് നടപ്പുണ്ട്. മൊത്തത്തിൽ നല്ല കാലാവസ്ഥയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ചെറിയ മഴയൊക്കെ ഇടയ്ക്ക് പെയ്യുന്നുണ്ടെങ്കിൽ പോലും മൊത്തം നല്ല രസമുണ്ടായിരുന്നു. ഓണത്തിന് തുമ്പി മാത്രമല്ല കേട്ടോ, ഓണപ്പൂമ്പാറ്റയും ഇതിലെ കൂടെ കറങ്ങി അടിച്ച് നടപ്പുണ്ട്. ചില ദിവസങ്ങളിൽ ഫ്രണ്ടിൽ ഫുള്ള് ഓണത്തുമ്പിയാണ്. നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ചുറ്റും ഉണ്ടാവും. അതെപ്പോഴും അങ്ങനെ വരുത്തില്ല കേട്ടോ. ഇന്ന് മഴ ആയതുകൊണ്ടാണോന്ന് അറിയില്ല, കുറച്ച് വരെ കാണാനില്ല. 1-2 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയിട്ട് ആ സൈഡിലത്തെ മുറ്റമൊക്കെ അടിച്ചിടുന്നുണ്ട്. ഫ്രണ്ടിലും കുറച്ച് അടിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഷെഡൊക്കെ അടിച്ച് വരാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറിയിട്ടോ. പാത്രം കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ കുറേ പാത്രങ്ങളിലിട്ട്, രാത്രിയിലത്തെ പാത്രവും അങ്ങനെ രാവിലത്തേക്ക്. അപ്പോൾ പിള്ളേർ രാവിലെ ക്ലാസ്സിലൊക്കെ പോയി. അപ്പോൾ അവർ കഴിച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ മുട്ട പുഴുങ്ങാനായിട്ട് അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഒരു വർക്ക് കഴിഞ്ഞിട്ട് ഇന്നലെ വന്നതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. 2-3 ദിവസം അടുപ്പിച്ച് ചെറിയ വർക്ക് ഉണ്ടായിരുന്നു. അവ ഞങ്ങൾക്ക് 2 ആൾക്കും കഴിക്കാനായിട്ട് മുട്ട പുഴുങ്ങാനായിട്ട് വെള്ളത്തിലിടുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം മുന്നേ ഞാൻ അന്നക്കുട്ടീനെയാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. കൊടുത്ത് 2 പേരും കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഉടനെ ഇടാം കേട്ടോ. അപ്പോൾ അന്നക്കുട്ടിയുടെ വീഡിയോയ്ക്ക് ഒരുപാട് നല്ല പോസിറ്റീവ് കമൻറ്റുകളും നല്ല റെസ്പോൺസുമാണ് കിട്ടിയത്. കണ്ടപ്പം ഒരുപാട് സന്തോഷമായിട്ടോ. അപ്പോൾ ആരെങ്കിലും വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കണ്ടു നോക്കാം കേട്ടോ. ഭയങ്കര രസമായിരുന്നു കുഞ്ഞിനെ ഒരുക്കി കഴിഞ്ഞപ്പോൾ കാണാനായിട്ട്. ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു വർക്കായിരുന്നു. അപ്പോൾ ഞാൻ പാത്രം കഴുകാൻ വേണ്ടി തുടങ്ങിയപ്പോൾ
ചേട്ടായി കഴുകിക്കോളാം, പാത്രം എടുത്ത് അവിടെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊട്ടയിലുണ്ടായിരുന്ന പാത്രം എടുത്ത് അകത്തും അടുക്കി പറക്കി വെച്ചു. ചേട്ടായി കഴുകി വെക്കുന്ന പാത്രം എടുത്ത് പുറത്തും വെക്കുന്നുണ്ട്. അങ്ങനത്തെ പണി ഫുള്ള് ഇരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ മുട്ടയും തിളച്ച് വന്നിട്ടുണ്ട്. രണ്ടാളും കൂടി പണിയെടുക്കുമ്പോൾ പിന്നെ വേഗം പണി തീരും കേട്ടോ. ആശാന് പിന്നെ പണ്ട് മുതലേ പാത്രം കഴുകാൻ ഭയങ്കര ഇഷ്ടമാണ്, കുക്കിങ്ങും അത് കേട്ടോ. ഈ രണ്ട് കാര്യങ്ങളും ചോദിച്ചാണെങ്കിലും തന്നെ ചെയ്തോളും. ഞാൻ പിന്നെ കുറച്ച് സ്ലോ മോഷൻ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഞങ്ങൾക്ക് പേട്ട വരെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ പണിയൊക്കെ തീർന്നിട്ട് ഞങ്ങളിത് പേട്ടയ്ക്ക് പോകുന്നുണ്ട്. അപ്പം കുറച്ച് പെയിൻറ്റ് വാങ്ങാൻ വേണ്ടി പോകാൻ കേട്ടോ. പെയിൻറ്റ് ബ്രഷൊക്കെ വാങ്ങാനുണ്ട്. നമ്മുടെ അലമാര ഫുള്ള് ചെതല കയറി വരുന്നുണ്ട്. അപ്പോൾ അതിന് പെയിൻറ്റ് അടിച്ചിട്ട് അകത്ത് കയറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അതിന് പുറത്തിറക്കിയിട്ടിട്ട് 2 ദിവസമായി. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വന്നു കേട്ടോ. തിരിച്ചു പോകുന്ന വഴി അമ്മയും ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ചെറുതായിട്ട് കണ്ണിന് അലർജി പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മേനും കൊണ്ട് മരുന്ന് മേടിക്കാനും കൂടെ ഞങ്ങൾ പോയതാണ്. അങ്ങോട്ട് പോയപ്പോഴത്തേനും അവർ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഇറക്കി വിട്ടിട്ട് തിരിച്ച് വരുന്ന വഴി അവരെയും പിക്ക് ചെയ്തു. അപ്പോൾ സിദ്ധുവിനും മാളുവിനും എക്സാം ആയിരുന്നു കേട്ടോ. അപ്പോൾ ശ്രീകുട്ടനെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ ക്യാമറ ഓൺ ആക്കിയപ്പോഴത്തേനും പോസൊക്കെ ചെയ്ത് നിൽക്കുന്നതാണ് കാണുന്നത്. കയ്യിലൊരു ബിസ്ക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തരുമെന്ന് ചോദിച്ചപ്പോഴത്തേനും തരത്തില്ല എന്ന് പറഞ്ഞ് ഇതേ പുറകെ പോയി മാറിയിരിക്കുന്നു. ചില സമയത്ത് സ്നേഹം കണ്ടാൽ തോന്നും അടയും ചക്കരയാണെന്ന്. ചില സമയത്ത് ഇങ്ങനെ കേട്ടോ. അമ്മാമേനൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇങ്ങനെ പോരുവത്താനൊക്കെ വരും. അങ്ങനെ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് പരീക്ഷ ആയതുകൊണ്ട് ഉച്ച വരെ മാത്രമേ ക്ലാസ് ഉള്ളൂ. അപ്പോൾ ഉച്ചയായപ്പോഴത്തേനും സിദ്ധുവിനെ മാളുവിനെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ അവരെ കൂട്ടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ സിദ്ധു അവിടെ എവിടെയോ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വരുന്ന കണ്ടപ്പോഴത്തേലേ ആശാൻ ഓടി വന്നു. മാളു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ഈ മാളുവിൻ്റെ ക്ലാസ്സിലെ കുട്ടിപ്പട്ടാളങ്ങളാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. എന്നും മാളുവിൻ്റെ കയ്യിൽ ഒരു കൊച്ചു കത്തൊക്കെ കൊടുത്തിടും എനിക്ക് തരണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോഴത്തേനും അവർ ഓടി വന്ന കേട്ടോ. ഇവിടെ വന്നു കഴിയുമ്പോൾ നല്ല രസമാണ് ഈ കുഞ്ഞുങ്ങളുടെ കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കാനായിട്ട്. എല്ലാവരും ഞാൻ പോകുന്നവരെ പോകത്തേയില്ല. കുറേ നേരം അവരുമായിട്ട് വർത്താനം പറഞ്ഞ് ഇങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞത് നമ്മൾ വീട്ടിൽ പോവുകയാണ്. അപ്പോഴത്തേക്കും ശ്രീകുട്ടൻ പിന്നെ ഫ്രണ്ടിലേക്ക് വന്നു. കാറ് കയറി കഴിഞ്ഞാൽ പിന്നെ ശ്രീകുട്ടൻ ഫുൾ ടൈം എൻ്റെ കൂടെ ആയിരിക്കും ഫ്രണ്ടിൽ. വഴക്കൊക്കെ ആണെങ്കിലും സ്നേഹമാണ്. ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കുന്നേ ഉള്ളൂ. എന്നാലും നമ്മൾ സ്നേഹിച്ചുകൊണ്ടൊക്കെ വരും. അവിടുന്ന് പിന്നെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന പാർലറിലോട്ടാട്ടോ പോയത്. ഇടയ്ക്ക് ഞാനിവിടെ മേക്കപ്പ് വർക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ചെമ്മലമറ്റം എന്നുള്ള സ്ഥലമാണ് കേട്ടോ. അൽഫോൻസ ബ്യൂട്ടി പാർലർ എന്നാണ് ചേച്ചിയുടെ പാർലറിൻ്റെ പേര്. അപ്പോൾ അവിടെ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഇല്ലാത്ത സമയത്തൊക്കെ കൊറിയർ വരുന്നത് ചേച്ചിയുടെ അടുത്താണ് വാങ്ങിച്ച് വെക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ചേച്ചി ഇത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഉടനെ തന്നെ വരുന്നു കേട്ടോ. എനിക്ക് വന്നിട്ടുള്ള വലിയൊരു ബോക്സാണ്. അപ്പോൾ അങ്ങനെ ചേച്ചിനോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇറങ്ങിയപ്പോഴത്തേനും ഭയങ്കര മഴയായിരുന്നു കേട്ടോ. കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെയാണ്. കുറച്ച് നേരം മഴയായിരിക്കും, ഭയങ്കര വെയിലായിട്ട് നിന്നിട്ട് പെട്ടെന്നായിരിക്കും മഴ പെയ്യുന്നത്. ചില സമയത്ത് മഴയും വെയിലൊക്കെ ഒരുമിച്ച് വരുന്നതും കാണാം. അപ്പം അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും പപ്പായ്ക്ക് ഭയങ്കര ആഗ്രഹം പെയിൻ്റ് അടിക്കണമെന്ന്. എന്നാൽ പിന്നെ പപ്പായോട് ചെയ്തോളാൻ പറഞ്ഞ് ബ്രഷും പെയിൻറ്റും ഒക്കെ കൊടുത്തു കിട്ടും. അപ്പോൾ പപ്പ ചെയ്യുന്ന കണ്ടപ്പോഴത്തേനും ബാക്കി 2 കുട്ടിപ്പട്ടാളങ്ങളും കൂടെ പപ്പായുടെ കൂടി അവിടെ നിന്ന് പെയിൻറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാളുവാണ് മെയിൻ. ആശാത്തിക്ക് ഇങ്ങനത്തെ പരിപാടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ അതേ സ്വഭാവമാണ്. കൊളാക്കിയാണ് അടിച്ച് വെക്കുന്നതെങ്കിലും പിള്ളേർ ആഗ്രഹമല്ലേ, അവിടെ നിന്ന് അടിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. മഴ അപ്പത്തിനൊന്നും തോർന്നിട്ടുണ്ടായിരുന്നില്ല. അവൾ കുറച്ച് നേരം താഴോട്ടടിക്കും, പിന്നെ സൈഡിലോട്ടടിക്കും. ഞങ്ങൾ അവളെ പോയിരുന്ന് ഭയങ്കര ട്രോളായിരുന്നു. എന്നാലും കൊച്ചിൻ്റെ ആഗ്രഹം കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയല്ലേ ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ട് നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെയും ഞങ്ങൾ പുറത്ത് പോകാൻ കിട്ടും. അപ്പം ഞാൻ ഓണത്തിന് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയുടെ പഴയ സാരി എടുത്തിട്ട് നമ്മളൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഏത് സാരിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞിട്ട്. ഇതവിടെ പോയിട്ട് ആ പാവാടയും ബ്ലൗസും വാങ്ങാൻ വേണ്ടി പോകാനിട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കമൻറ്റ് വന്നത് ആ ഒരു ബ്ലൂവും പിങ്കും ആ ഒരു സാരി തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ആ പച്ചയും ചുമലയും പിന്നെ എനിക്ക് തയ്ക്കാൻ തോന്നിയില്ല കേട്ടോ. സാരിയായിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഭയങ്കര പൂച്ചയുടെ സൗണ്ട്. എവിടെ നിന്നാ നോക്കിയപ്പോണ്ട് നമ്മുടെ വീട്ടിലത്തെ അതേ പൂച്ച. അപ്പോൾ ചേട്ടായി പറഞ്ഞു, ഇതേ നിൻ്റെ പൂച്ചേനെ പോലെ തന്നെ ഒരു പൂച്ച വന്നു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ അതേ പൂച്ച. കാരണം ഇതിൻ്റെ വാലിൻ്റെ അവിടെ ചെറിയൊരു ഒടിവുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കണ്ടുപിടിച്ചത്. നോക്കുമ്പോൾ ആശാൻ ഇത് എങ്ങനെ ഇവിടെ എത്തിയെന്ന് അറിയില്ല. ബോണറ്റ് കയറിയത് വന്നു ഒന്നും അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ തന്നെ പൂട്ടിയിട്ടു കേട്ടോ. ചേട്ടായുടെ വണ്ടി ഇരുന്നിട്ട് അതിൻ്റെ അകത്ത് തന്നെ പൂട്ടിയിട്ടു. എന്നിട്ട് ഞാൻ വേഗം പോയിട്ട് പാവാടയും ബ്ലൗസും വാങ്ങാമെന്ന് വിചാരിച്ചു. പിട്ട് നോക്കിയപ്പം ചെറുതായിട്ടൊന്ന് ലൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മേളിൽ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടോ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് അത് ചെറിയ തയ്യലും പരിപാടി ഉണ്ടായിരുന്നു. ചേച്ചി ആ കൊളുത്തുന്ന സംഭവം ഇപ്പുറത്തായിട്ട് മാറ്റി പിടിപ്പിച്ച് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാവാടയും ബ്ലൗസ് ഇട്ടിട്ടുള്ള വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ അത് സെറ്റായി. ഇത് ഞാൻ തയ്ച്ച് വന്നപ്പോൾ ഇത്ര നന്നാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. കാരണം ഇതിൻ്റെ ആ ഒരു ബ്ലൗസിൻ്റെ കളറും പാവാടയുടെ കളറും സൂപ്പറായിരുന്നു. ഞാൻ പിന്നെ പാവാടയുടെ ആ കളറ് ആ ഒരു ബ്ലൗസിൻ്റെ കയ്യിലോട്ട് വെക്കണ്ടെന്ന് പറഞ്ഞാണ്. കാരണം എനിക്ക് വേറെ പാവാടയുടെ കൂടെ ആണെങ്കിലും ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇത് ചേച്ചി എക്സ്ട്രാ മെറ്റീരിയൽ
മെറ്റീരിയൽ കൊണ്ട് തയ്ച്ചു തന്ന ഒരു ഉടുപ്പാട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഉടുപ്പ് കാണാൻ. അപ്പോൾ മാളുക്കുട്ടിക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെയല്ല, കാരണം തികയുമെന്ന് അറിയില്ലായിരുന്നു. ആ സാരിയിൽ കുറച്ച് ചെതലുണ്ടായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്ത് തയ്ക്കാൻ കൊടുത്താലും മാളുവിനും കൂടെ തയ്പ്പിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയിട്ട് ഞാൻ ഓടിപ്പിടിച്ച് താഴെ ചെന്നു കേട്ടോ. ചെന്നപ്പോഴത്തേനും മേളിലിരിപ്പുണ്ടായിരുന്നു. അതിന് ചേട്ടായി പിടിച്ച് മടിയിലെടുത്ത് വെച്ചു. കൈ വിട്ട് കഴിഞ്ഞാൽ ആശാൻ എവിടെയെങ്കിലും ചാടിപ്പോവും. അപ്പോൾ ഇവനുണ്ടായിരുന്നുകൊണ്ട് ചേട്ടായിക്കും ടെൻഷൻ ആയതുകൊണ്ട് ചേട്ടായും കയറി വന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എൻ്റെ മടിയിൽ ഇരിപ്പുണ്ട്. ചേട്ടായുടെ അടുത്ത് അധികം നേരം തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എൻ്റെ മടിയിലോട്ട് വന്നു. കാണാനൊരു ടെറർ ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. വെറും പേടിത്തൊണ്ടിയാണ്. എപ്പോഴും അതെ കൊഞ്ചിക്കൊണ്ട് എൻ്റെ പുറകെ കിടക്കും. ഞാനിങ്ങനെ കുറച്ച് നേരം തലയൊക്കെ മസാജ് ചെയ്ത് കൊടുത്തപ്പോഴത്തേനും സുഖിച്ചിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും എവിടുന്നോ മീനിൻ്റെയൊക്കെ സ്മെല്ല് വന്നു കേട്ടോ ടൗണിൽ കൂടെ പോയപ്പം. അപ്പോഴത്തേനും പേടിയായി, ഭയങ്കര ലൈറ്റും കാര്യങ്ങളും അതൊക്കെ കണ്ടപ്പോൾ ആശാന് പേടിയായിട്ട് ജനലിൽ കൂടെയൊക്കെ എത്തി നോക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. മറ്റേ അന്യനും അമ്പിയൊക്കെ ആവുന്ന പോലെ. കുറേ നേരം കഴിഞ്ഞപ്പം പുറത്തൂടെ എല്ലാം ഇറങ്ങി നടന്ന് കാറി കൂവി അവസാനം താഴെയെല്ലാം നടന്ന് അങ്ങനെ ഇതിലെ കൂടെ ആകെപ്പാടെ ഒച്ചയും ബഹളവുമായിരുന്നു. ഇങ്ങനെ ലൈറ്റൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ചെറുതായിട്ട് പേടിച്ച് വീട്ടിൽ ചെന്ന പാട് ആളിൻ്റെ കൈ കയറിയിട്ടുണ്ട്. ഈരാറ്റുപേട്ട ഫുള്ള് കറങ്ങിയിട്ട് വന്ന വരവാണ് ആ കാണുന്നത്. വന്ന പാടെ മേളിൽ കൂടെ പല്ലീനെ വല്ലതും കിട്ടുമെന്നൊക്കെ തപ്പുന്നുണ്ട്. അപ്പോൾ സർപ്രൈസായിട്ട് മാളക്കുട്ടിക്ക് ഞാൻ കൊണ്ട് ഉടുപ്പ് കൊടുത്ത്. എനിക്ക് സർപ്രൈസ് ആയിരുന്നു കേട്ടോ ഈ തയ്ക്കുന്നുള്ളത്. ഞാനും പ്രതീക്ഷയല്ല. അപ്പോൾ ആൾക്ക് കറക്റ്റായിരുന്നു കേട്ടോ. ഒട്ടും പ്രതീക്ഷയില്ല ഇത്രയും ഫിറ്റായിരിക്കുമെന്ന്. വെച്ചടിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. കറക്റ്റ് പാകമായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ ചെന്ന് കുളിച്ച് പെട്ടെന്ന് തന്നെ ഒരു ഫംഗ്ഷന് പോവുകയാണ് കേട്ടോ. ആ ഈരാറ്റുപേട്ട ക്യാപിറ്റൽ സ്ക്വയറിൽ ഒരു വെഡ്ഡിങ് റിസപ്ഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പോയതാണ്. ഞാൻ കൈ കിട്ടിയ ഡ്രസ്സ് എടുത്ത് പെട്ടെന്ന് ഇട്ടിട്ട് ഒറ്റ ഓട്ടമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പെണ്ണും ചെക്കനും. അപ്പോൾ ഹരികൃഷ്ണൻ ആൻഡ് അപർണ എന്നാണ് പേര്. അപ്പോൾ നമ്മൾ വരുന്നതിന് മുമ്പ് കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്ബറായ സിജ ചേട്ടൻ്റെ ആണ് ഈ ഒരു ഇവൻറ്റിൻ്റെ ഫുൾ നടത്തിപ്പ്. സനത് കാറ്ററിംഗ് ആൻഡ് ഇവൻറ്റ്സ് എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ സ്വന്തം തെടനാട്ടുകാരാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ഡെക്കറേഷനൊക്കെ അടിപൊളിയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ വന്ന പാടെ ഞങ്ങൾ പോയത് ഈ ഒരു വെൽക്കം ഡ്രിങ്ക് സെക്ഷനിലേക്കാണ്. അപ്പോൾ ബ്ലാക്ക് കോഫി, ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, ഗ്രീൻ ആപ്പിൾ, അതുപോലെ തന്നെ ബ്ലാക്ക് ടീ, ലെമൺ ടീ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. ഇനി ഹോട്ട് സർവീസ് വേണ്ടാത്തവർക്ക് ജ്യൂസ് ഉണ്ടായിരുന്നു. അതിൽ കുക്കുംബർ, ക്യാരറ്റ്, ബീട്രൂട്ട് ലൈം ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലൈമാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഞാനും ചേട്ടാ ഓരോ ലൈം എടുത്തു. ലൈം കുടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേറ്ററിങ്ങിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ സിജോ ചേട്ടൻ. അപ്പോൾ ചേട്ടനെ കണ്ടപ്പോഴത്തേനും ഞങ്ങൾ കുറേ നേരം സംസാരിച്ചൊക്കെ നിന്നു. ചേട്ടൻ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഫുഡ് സെക്ഷനിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ കള്ളപ്പം, ഇടിയപ്പം, പൊറോട്ട ഇട്ടായിരുന്നു. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ പൊറോട്ടയുടെയും കൂടെ വറുത്തരച്ച ചിക്കൻ കറിയും ചിക്കൻ സ്റ്റൂവും ഉണ്ടായിരുന്നു കേട്ടോ. വെജ് പുലാവിൻ്റെയും ചിക്കൻ മസാലയുടെയും കൂടെ തന്നെ ക്യാരറ്റ് അച്ചാറും ഈന്തപ്പഴ അച്ചാറും ഇവരൊരു സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ. ഇനി നാടൻ വേണ്ടവർക്ക് നമ്മുടെ നാടൻ കപ്പയും മീൻകറിയും ഉണ്ട്. സലാഡ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ 1-2 സലാഡല്ല കേട്ടോ. വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, ഇതെന്ത് സാധനമെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അതറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ കുറേ ടൈപ്പ് സലാഡുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ടേബിളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നോൺ വെജ് കഴിക്കാത്തവർക്ക് വെജ് ഐറ്റംസ് ആയ ചില്ലി ഗോബി, പുലാവ്, സോയാബോൾ റോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിജോ ചേട്ടൻ്റെ അമ്മ വഴി പഠിച്ച കുക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ചേട്ടൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ സൈഡിലായിട്ട് വാട്ടർ ബോട്ടിൽസൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും പോയിട്ട് വെള്ളമൊക്കെ എടുത്ത് കുടിക്കാം. പിന്നെ ഇപ്പുറത്തായിട്ട് ഐസ്ക്രീം കൗണ്ടർ ഉണ്ടായിരുന്നു. നമ്മുടെ ചേച്ചിയേട്ടൻ ഓടി നടന്ന് എല്ലായിടത്തും ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലായിടവും ഒന്ന് കറങ്ങി കണ്ടിട്ട് പിന്നെ ഫ്രണ്ടിൽ പോയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മുടെ പരിചയത്തിലുള്ള ചേട്ടൻ ഇവിടുന്ന് പാട്ട് പാടുന്നുണ്ടത്. എന്നാൽ പിന്നെ കുറച്ച് നേരം ചേട്ടൻ്റെ പാട്ട് കേൾക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ചേട്ടൻ പാട്ടാനെന്ന് അറിയായിരുന്നു, പക്ഷെ നേരിട്ട് കേട്ടിട്ടില്ല. അപ്പോൾ ഫ്രണ്ടിൽ വന്നിരുന്നപ്പോഴാണ് ആ ഒരു സ്റ്റേജ് ഡെക്കറേഷൻ്റെ ഭംഗി അറിഞ്ഞത്. ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടായിരുന്നു ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പാട്ടുകാരുടെ ടീം. അപ്പോൾ ചേച്ചീനെയും ചേട്ടനെയൊക്കെ ആയിട്ട് നമ്മൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് സെൽഫിയൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ ചേട്ടായുടെ പാത്രം കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ചേട്ടായി വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടായിക്ക് പൊറോട്ട മതി എന്ന് പറഞ്ഞു. ഞാൻ കള്ളപ്പം ആട്ടോ വാങ്ങിയത്. കള്ളപ്പവും ചിക്കൻ കറിയും എല്ലാം ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു കള്ളപ്പവും കുറച്ച് ചിക്കൻ കറിയും വാങ്ങി. പിന്നെ കുറച്ച് ഫ്രൈഡ് റൈസും വാങ്ങാമെന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ മാരേജിനൊക്കെ പോകുമ്പം
ഒരു സാധനം മാത്രമായിട്ട് വാങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ ഫുഡും വാങ്ങിച്ചിട്ട് സീറ്റ് തപ്പി നടക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ കണ്ടത്. എന്നെ കണ്ടപ്പോഴത്തേനും ജെനൂസ് വ്ലോഗല്ലേ എന്നൊക്കെ ചോദിച്ച് സംസാരിച്ചു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സീറ്റ് തന്നാണോ എന്ന് അറിയില്ല കേട്ടോ. ചേച്ചി ഇവിടെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് പോയി. പിന്നെ ഞാൻ കണ്ടുമില്ല, ഒരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. അങ്ങനെ എനിക്ക് മാത്രം സീറ്റ് കിട്ടി. ചേട്ടാ ഇവിടെ പോസ്റ്റായി. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിരുന്നു. റീസെൻ്റ്ലി കഴിച്ചതിൽ വെച്ചിട്ട് നല്ല ബെസ്റ്റ് ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഐസ്ക്രീം സെക്ഷനിലായിരുന്നു കോമഡി. ചേട്ടാ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഐസ്ക്രീം വേണ്ട, ഒരു ബൗളിൽ ഐസ്ക്രീം എടുത്താൽ മതി എന്ന് പറഞ്ഞ്. എന്നിട്ട് ഞാൻ ഒരു ബൗളിൽ ഐസ്ക്രീമും 2 സ്പൂണും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടും. അതിൻ്റെ കുറച്ച് ഞാൻ ചേട്ടായിക്കും കൊടുത്തു. അപ്പോൾ ചേട്ടായി പകുതി ഇസുക്കിയതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നുകൂടെ പോയി ഐസ്ക്രീം എടുത്തു. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. റീസെൻ്റ്ലി കൂടിയതിൽ വെച്ച് നല്ലൊരു അടിപൊളി മാരേജ് പരിപാടിയായിരുന്നു. അപ്പോൾ ഇവരുടെ കേറ്ററിങ്ങിൻ്റെയും ഇവൻ്റെയും നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നമുക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.